ബെൽറ്റ് വാർത്തിട്ടുണ്ട്, അടിത്തറ നല്ല താഴ്ത്തിയാണ് കെട്ടിയാണ്, അങ്ങനെയൊക്കെയാണ് എൻ്റെ അടുത്ത് ചെയ്യുന്നത്. ഈ മഴയുടെ സമയത്ത് വെള്ളം അങ്ങോട്ട് ഇത്രയും ഹൈറ്റ് ഡിഫറൻസ് ഇല്ല, അങ്ങോട്ട് ഫ്ലോ ചെയ്തപ്പോൾ മണ്ണ് അതിൻ്റെ കൂടെ ഒലിച്ച് പോയതുകൊണ്ടാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നത്. ഇവിടെ ആണുങ്ങളുള്ള സമയത്ത് അവർ വരികയുമില്ല, അവർ ഇല്ലാത്ത സമയത്താണ് വന്നിട്ട് പറയുന്നത്. പൈലിംഗ് തുടങ്ങിയപ്പോഴാണ് മെയിനായിട്ട് ഭൂമി വിള്ളു കയറാനും മതിൽ വിള്ളാനും ഒക്കെ തുടങ്ങി. അങ്ങനെ അവർ വിളിച്ചു കാണിച്ച് അവർ ഉടനെ ശരിയാക്കും എന്ന് പറഞ്ഞതല്ലാതെ ഒരു നടപടി ആകാഞ്ഞതുകൊണ്ട് ഞാൻ കേസിന് പോയി. നമുക്ക് കട്ടുമ കിടക്കാൻ പറ്റൂല, കട്ടിലിറങ്ങി ഒലുങ്ങും. 24 മണിക്കൂർ വെള്ളം അടിച്ചുകൊണ്ടിരിക്കണം. ഞങ്ങളുടെ വെള്ളം പോലും അങ്ങനെ 3 മാസം വരെ ഇങ്ങനെ നിറഞ്ഞു നിന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും പോകണ്ടായില്ല. പിന്നെ ഈ സൗണ്ട് ഇങ്ങനെ ആകുമ്പോൾ തന്നെ ഈ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ട് കുട്ടിയോട് വലിയ വയൽ കിടന്ന് ഒച്ചെടുക്കും. പൈലിങ് കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇനി അടുത്ത ഘട്ടം കഴിഞ്ഞാൽ ആളുകൾക്കൊന്നും എനിക്ക് തോന്നുന്നില്ല ഇവിടെ ചുറ്റുവട്ടത്തൊന്നും താമസിക്കാന്നാണ് പറ്റുന്നത്. നമസ്കാരം. ഫോർട്ട് കൊച്ചി സൗത്ത് താമരപ്പറമ്പിലെ ഒരു കൂട്ടം ജനങ്ങൾ വലിയ ദുരിതത്തിലാണ്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് നിർമ്മിക്കുന്ന ഈ ഹെറിറ്റേജ് എന്ന ഒരു ഫ്ലാറ്റ് സമുച്ചയമുണ്ട്. അതിൻ്റെ നിർമ്മാണത്തെ തുടർന്നാണ് നാട്ടുകാർക്ക് വലിയ തലവേദനയായിരിക്കുന്നത്. നാട്ടുകാരുടെ വീടുകളൊക്കെ പൊട്ടിപ്പൊളിയുന്നു, മതിലുകൾ ഇടിഞ്ഞു പോകുന്നു, കിണറുകളിലെ വെള്ളം വറ്റിപ്പോകുന്നു, കിണറിടിഞ്ഞ് താഴുന്നു, സമീപത്ത് രോഗികളായിട്ടുള്ള ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്നില്ല. വലിയ ദുരിതത്തിലാണ്. ഇതിനൊന്നും ഒരു പരിഹാരവും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പല സ്ഥലങ്ങളിൽ പരാതി നൽകി. കോൺഫിഡൻറ്റ് ഗ്രൂപ്പുമായി സംസാരിച്ചപ്പോൾ അവർ ഇതിന് പരിഹാരം കാണാമെന്ന് പറയുന്നതല്ലാതെ യാതൊന്നും ചെയ്തു കൊടുക്കുന്നില്ല. ഈ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേൾക്കാം. അത് അവരുടെ ഫ്ലാറ്റ് പണിയുന്നതുകൊണ്ട് നമ്മളെ മതിൽ പണി ഫുള്ളാണ്. അത് നമ്മത്ര പറഞ്ഞിട്ടും അവർ ശരിയാക്കി തരാമെന്ന് പറയണല്ലാതെ അവർ യാതൊരു നടപടി എടുക്കണില്ല. ശരി, ഒരു മതിൽ പൊട്ട് അവരെപ്പോഴും വന്ന് നോക്കിയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് വയ്ക്കും, ഇതിന് വീടിന് ബെൽറ്റ് വാർത്തിട്ടുണ്ട്, അടിത്തറ നല്ല താഴ്ത്തിയാണ് കെട്ടിയാണ്, അങ്ങനെയൊക്കെയാണ് എൻ്റെ അടുത്ത് വന്ന് ചെയ്യുന്നത്. ഇവിടെ ആണുങ്ങളുള്ള സമയത്ത് അവർ വരികയുമില്ല, അവർ ഇല്ലാത്ത സമയത്താണ് വന്നിട്ട് പറയുന്നത്. അങ്ങനെ എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് നമുക്കുണ്ടായത്? കിണറിൽ ഉണ്ടായ വെള്ളം മുഴുവനും വറ്റിപ്പോയി, കിണറിരുന്ന്. പിന്നെ പൈപ്പ് പൊട്ടുക, എപ്പോഴും അടിയിൽ കൂടെ പോയ പൈപ്പുകൾ ഓരോന്ന് പൊട്ടുക, ഇവിടെ കിട്ടിയ മതിൽ, ഇവിടെ ഭൂമി വീഴുക, പ്ലാവ് ഇങ്ങോട്ട് പോരാ, മതിൽ പൊളിഞ്ഞു പോകുക, അങ്ങനെയൊക്കെ തന്നെ സംഭവിച്ചേക്കണം. നമ്മൾ പരാതി കൊടുത്തിരുന്നോ ഇത് സംബന്ധിച്ച്? അപ്പോൾ നമ്മൾ കോടതിയിൽ പോയി പരാതി കൊടുത്തിട്ട് നമുക്ക് അനുകൂലമായിട്ടാണ് അന്ന് വന്നതൊക്കെ. അതൊക്കെ അവർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ആ ഡേറ്റൊക്കെ കഴിഞ്ഞിട്ടും അത് ശരിയാക്കിയിട്ടില്ല ഇതുവരെ. വീട് തന്നെ ഇടിഞ്ഞു പോകുന്നുള്ള പേടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. വിള്ളലൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. സുഹറ ബീവി ഇത്തയുടെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഇത്തായും ഹസ്ബൻഡും ആണ് താമസിക്കുന്നത്. ചെറിയൊരു വീടാണ്, ഓടിട്ട വീടാണ്. ഈ വീടിൻ്റെ ഭിത്തിയിലൊക്കെ വിള്ളൽ വീണിട്ടുണ്ട്. അതായത് കണ്ടില്ലേ ഇതാ, ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉള്ളത്? ഇതൊക്കെ തന്നെ പ്രശ്നങ്ങൾ. ഇങ്ങനെ ഇത് പൊളിയല്, മതില്, വിള്ളല്, പിന്നെ ഇടിക്കുമ്പോൾ നമുക്ക് കട്ടുമ്പോഴത്തേക്കൊക്കെ വീഴും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. നടത്തുമ്പം താഴോട്ട് വീഴും, നമുക്ക് കട്ടുമ്പോൾ കിടക്കാൻ പറ്റൂല, കട്ടിലിറങ്ങി ഒലുങ്ങും. പിന്നെ എന്ത് കാട്ടും, എല്ലാം കൂടെ പൊളിഞ്ഞ് വീഴും. അതറിഞ്ഞോളൂ. ഇപ്പം ഇത് കണ്ടില്ലേ, നല്ല വീടായിരുന്നു. അപ്പോൾ വന്നേ ഇനി പറഞ്ഞിട്ട് എന്താണല്ലേ മോനെ. പരാതിയൊക്കെ കൊടുത്താൽ ഇല്ല, ഞങ്ങൾ പണയത്തിനല്ല, അവരല്ലേ കൊടുക്കണ്ട, ഉടമക്കാരല്ലേ കൊടുക്കണ്ട. അവർ മാറാൻ പറഞ്ഞാൽ നമുക്ക് ഇന്നലെ മാറാമല്ലോ, ഉടമക്കാർ ചെയ്യണ്ടേ. ഇത് എപ്പോഴാണ് ഈ ഇടിക്കുന്നത് ഇവര്? പകല്, രാത്രി പിന്നെ വെള്ളം മഴ പെയ്യണ വെള്ളമൊക്കെ അടിച്ച് കളയാൻ ഒച്ചയും ഇതും. രാവും പകല് ഇതൊക്കെ തന്നെ, ഒച്ച പൊളിയും ബഹളം. ഓരോ വീട് ഇടിക്കുമ്പോഴും വീട് ഇങ്ങനെ കുലുങ്ങും. അത് വെറുതെ ഇങ്ങനെ ആയി. നമ്മളത് ഇപ്പോൾ വീണ്ടും തന്നെയുള്ളൂ. അതേണ്ട ഈ വീട് വേണ്ട, പിന്നെ ഇതൊക്കെ മണ്ണിട്ട് മൂടിയതാണ്. അല്ലെങ്കിൽ എന്ത് കാട്ടും. എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? ഇതിപ്പോൾ 5-6 മാസമായിട്ടുണ്ടാവും തുടങ്ങിയിട്ട്, പണി തുടങ്ങിയിട്ട്. അപ്പം മുതലേ നമുക്ക് ദുരിതമാണ്.
പിന്നെ ഒക്കെ പഠിച്ചോൻ വെക്കണ പോലെയൊക്കെ വരും അല്ലേ. ഈ കാണുന്ന സ്ഥലത്താണ് ഈ ഒരു നിർമ്മാണം നടക്കുന്നത്. നമുക്കറിയാം ഈ സ്ഥലത്ത് ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതാണ്. ഈ ദൃശ്യങ്ങൾ കാണാം. അടുത്തടുത്താണ് നിരനിരയായി നിരവധി വീടുകളുള്ളത്. കൂടാതെ ഇവിടെ ഈ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ഒരു 12 നില കെട്ടിടം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഇതിനാരാണ് ഒത്താശ ചെയ്യുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. എൻ്റെ പേര് ഹാരിസ്. ഞാനിവിടെ നാദംവളപ്പിൽ കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാനിവിടെ വീട് വെച്ച് താമസിക്കുന്ന ആളാണ്. എൻ്റെ കിഴക്കേ അതിർ മുഴുവനായിട്ടും കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഈ പുതിയ ഫ്ലാറ്റ് വരുന്നതുമായിട്ട് ഷെയർ ചെയ്യുന്ന ആളാണ് ഞാൻ. 2 വർഷം മുമ്പ് പണി തുടങ്ങിയപ്പോൾ മുതൽ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് അത്ര വലിയ ഇഷ്യൂസൊന്നും ആയിരുന്നില്ല. ഫയലിംഗ് തുടങ്ങിയപ്പോഴാണ് മെയിനായിട്ട് ഭൂമി വിണ്ട് കീറാനും മതിൽ വിള്ളാനും ഒക്കെ തുടങ്ങിയത്. അങ്ങനെ അവർ വിളിച്ച് കാണിച്ച് അവർ ഉടനെ ശരിയാക്കും എന്ന് പറഞ്ഞതല്ലാതെ ഒരു നടപടി ആകാഞ്ഞതുകൊണ്ട് ഞാൻ കേസിന് പോയതിൽ കോടതി കമ്മീഷനെ വെച്ചു. കമ്മീഷൻ വന്ന് തെളിവ് എടുപ്പ് നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അനുകൂലമായിട്ടത് വിധി വന്നു. ആ വിധി അവർ വെക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചുകൊണ്ട് സകലതും അംഗീകരിച്ചുകൊണ്ട് അവർ ഒത്തുതീർപ്പിന് തയ്യാറായി. അങ്ങനെ കഴിഞ്ഞ ഏപ്രിൽ 30-ാം തീയതി അവർ മുഴുവൻ ഇത് പൂർവ്വസ്ഥിതിയിലാക്കി തരാമെന്നുള്ളതിലൊക്കെയാണ് ഞാൻ ആ സ്റ്റേ പിൻവലിച്ചത്. കോടതിയിൽ ഒത്തുതീർപ്പായത്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അത് അവർക്ക് പണി നടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു അടവായിരുന്നു എന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. പിന്നെ ആ സമയം കഴിഞ്ഞപ്പോൾ കോടതി അവധിയായിരുന്നു. ഏപ്രിൽ മെയ് ജൂൺ 18-ാം തീയതി കോർട്ട് വയലേഷനെതിരെ വീണ്ടും പെറ്റീഷൻ ഫയൽ ചെയ്തു. അതിൽ 2 സിറ്റിംഗ് കഴിഞ്ഞു. അടുത്ത സിറ്റിംഗ് 19-ാം തീയതിയാണ്, ഈ മാസം 19-ാം തീയതി. അന്നും എന്താകുമെന്നും എനിക്കറിയില്ല. കാരണം ഇവർക്ക് എങ്ങനെയെങ്കിലും പണി നടത്തണമെന്നുള്ളതിലൊക്കെ ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ ഇപ്പം എനിക്കെല്ലാം ശരിയാക്കി തരുമെന്ന് പറഞ്ഞ മാതിരി തൊട്ടടുത്ത വീട് ഇടിഞ്ഞു പൊളിഞ്ഞ വീണ ആളുകൾക്ക് വീട് വാടക കൊടുത്തിട്ടുണ്ട്, വീട് പണിത് തരാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഒത്തിരി ഇപ്പം ഈ ഭാഗത്തുള്ളതിൽ ഏറ്റവും നല്ല വീടെന്ന് പറയാവുന്നത് എൻ്റേതാണ്. അതിന് വരെയും എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പറയാൻ കാരണം അത്രയും നന്നായിട്ട് പണിതതിൻ്റെ പുറകുവശം വരെയും ഇപ്പോൾ വിണ്ട് കയറി തുടങ്ങിയിട്ടുണ്ട്. വീടിന് വരെയും ക്രാക്ക് വന്നു തുടങ്ങി. അപ്പോൾ ചുറ്റുവട്ടത്തുള്ളത് പഴയതും ഓടിട്ട പഴയ വീടുകളാണ്. അതൊക്കെ എത്രയും പെട്ടെന്ന് ഇടിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ ഈ വഴിയിൽ ഉള്ളിലേക്കുള്ള വഴികളിൽ ഒരു കിടപ്പ് രോഗിയുണ്ട്. 2 പേരുണ്ടായിരുന്നു. സന്തോഷ് മരണപ്പെട്ടു പോയി. വേറൊരു കിടപ്പ് രോഗിയുണ്ട്. അതിൻ്റെ തൊട്ടടുത്താണ് ഈ ഓരോ സൗണ്ട് ഉണ്ടാകുമ്പോഴും പുള്ളി അലറി ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളൊരു രോഗിയാണ്. അങ്ങനത്തെ അവസ്ഥയാണ് ഇവിടെ. ഈ ഇത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ നേവിയുടെ ഇതുമായിട്ട് ഇത്രയും അടുത്തുള്ള ഇതെങ്ങനെ ഇവിടെ ഒരു ഇത്രയും ഈ 10-12 നിലയുള്ള ഫ്ലാറ്റ് വരുന്നു എന്നുള്ളത് ഇപ്പോഴും ഞങ്ങൾക്ക് അത്ഭുതമാണ്. ചുറ്റും സാധാരണക്കാരായ ആളുകളാണ് ചുറ്റും താമസിക്കുന്നത്. അത് കൂടാതെ തന്നെ ഈ ഫയലിങ് കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇനി അടുത്ത ഘട്ടം കഴിഞ്ഞാൽ ആളുകൾക്കൊന്നും എനിക്ക് തോന്നുന്നില്ല ഇവിടെ ചുറ്റുവട്ടത്തൊന്നും താമസിക്കാനാണ് പറ്റുന്നത്. കാരണം അത്രയ്ക്ക് പൊടിയും ശല്യമായിരിക്കും. അതുകൂടാതെ ചുറ്റുമുള്ള കിണറുകളിലൊക്കെ വെള്ളം ഇല്ലാതെയായി. ഞാൻ പുറത്തുനിന്ന് മോട്ടർ കൊണ്ടുവന്ന് കിണർ വറ്റിച്ച് ക്ലീൻ ചെയ്യുന്ന ആളാണ് കൊല്ലം. അങ്ങനത്തെ എൻ്റെ കിണറിലൊന്നും ഒരു തുള്ളി വെള്ളവും ഇല്ല. ഞാനിവിടെ ബോർവെല്ല് താത്തിയിട്ടാണ് ചെടിക്കൊക്കെ നനക്കണത് തന്നെ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. വളരെ അധികാരികൾക്ക് ഞങ്ങൾ പരാതി കൊടുക്കാത്ത അധികാരികൾ ആരുമില്ല. നേവിയുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള നേവിയുടെ ഇതുവരെ ഞങ്ങൾ പരാതി കൊടുത്തു. ഒരു നീക്കുപോക്കും ഉണ്ടായില്ല എന്നുള്ളതാണ്. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമുക്ക് ബേസിക്കലി തുടങ്ങിയത് വീടിനകത്ത് മീൻസ് വർക്ക് ഏരിയയുടെ ഫ്ലോറിൽ ക്രാക്കായിട്ടാണ് തുടങ്ങിയത്. ഹെയർലൈൻ ക്രാക്കായിരുന്നു. പക്ഷേ ഓരോ ദിവസം ചെല്ലുന്നതോറും അതിൻ്റെ ഗ്യാപ്പ് കൂടി വന്നു. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന അവിടുത്തെ ഗ്രില്ല് നമുക്ക് ഓപ്പൺ ആകാതെ, അതായത് ബാക്ക് സൈഡിൽ മണ്ണിടിഞ്ഞു. അപ്പോൾ കോമ്പൗണ്ട് വാളിന് കാര്യമായ ക്രാക്കുണ്ട്. ഒരു 1/2 ഇഞ്ച് വിടുത്ത് വരുന്നൊരു ക്രാക്ക്, ലോങ് ക്രാക്കാണ്. അതുപോലെ ബാക്കിലുള്ള മണ്ണ് ഒലിച്ചു പോയ കാരണം ഇത് ടൈലുകളൊക്കെ അകന്നുപോയി. നമുക്ക് താഴെ മണ്ണില്ല. അപ്പോൾ പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ ഇഷ്യൂസാണ് മെയിനായിട്ട് വന്നത്. അപ്പോൾ ഇനി അത് ഫർദർ മണ്ണ് പോയാൽ നമുക്ക് ഫൗണ്ടേഷൻ അടിയിൽ നിന്നും കൂടെ പോയാൽ വീടിനെ സാരമായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിപ്പോൾ മഴയുടെ ആ ടൈമിൽ വന്നപ്പോഴേക്കും ഇതായിരുന്നു മെയിനായിട്ടുള്ള ഇഷ്യൂ നമുക്ക് ബാക്ക് സൈഡിൽ വന്നത്. എപ്പോഴത് തുടങ്ങിയത്? ഇതൊരു 1 വീക്ക്, നമുക്ക് ലാസ്റ്റ് 1 വീക്കിലാണ് പെട്ടെന്നാണ് ഈ ഓരോ ചേഞ്ചസ് വന്നത്. ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയതിന് ശേഷമാണ്
അതെ അതെ, ഇതിന് മുന്നേ ഇല്ല. നമുക്ക് ഞങ്ങളിപ്പോൾ ഒരു 2 വർഷമായാലും താമസിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ 2019 നമ്മൾ പ്ലോട്ട് വാങ്ങിക്കുന്നതാണ്. അതിന് ശേഷം കുറേ 2-3 വർഷം കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു ചെറിയ ഹിൻഡ് പോലും നമുക്കുണ്ടായിരുന്നത്. പിന്നെ ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മളുടെ ഈ ബൗണ്ടറിനോട് ചേർന്ന് വർക്ക് തുടങ്ങിയപ്പോഴാണ് നമ്മളെ എഫക്റ്റ് ചെയ്തത് ഡയറക്റ്റ്ലി. അതിന് മുന്നേ അടുത്ത നെയ്ബറിങ് ആൾക്കാർക്കാണ് ആ എഫക്റ്റ് ഉണ്ടായിരുന്നത്. ഫൈലിംഗ് ചെയ്യുമ്പോഴാണോ ഈ പ്രശ്നം? ഫയലിംഗ് ഇപ്പോൾ റീറ്റെയിനിങ് വാളിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നു എന്നാണ് പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് ആ ഒരു കോർണറിൽ അവർ ഡിഗ് ചെയ്തിട്ടുണ്ട്. ആ ഡിഗ് ചെയ്ത് അങ്ങോട്ട് വെള്ളം ഫ്ലോ ചെയ്ത് പോയപ്പോഴാണ് ഈ മഴയുടെ സമയത്ത് വെള്ളം അങ്ങോട്ട് ഇത്രയും ഹൈറ്റ് ഡിഫറൻസില്ല, അങ്ങോട്ട് ഫ്ലോ ചെയ്തപ്പോൾ മണ്ണ് അതിൻ്റെ കൂടെ ഒലിച്ച് പോയതുകൊണ്ടാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നത്. കോമ്പൗണ്ട് വാളിലെ ക്രാക്കാണ് മെയിൻ ഇഷ്യൂ ആയിട്ട് നമ്മൾ ആദ്യം കണ്ടതെങ്കിലും പിന്നീട് ഈ താഴേന്ന് മണ്ണ് പോയതുകൊണ്ട് പൈപ്പിൻ്റെ ലെവലിങ് അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ചെറിയ പൈപ്പ് ക്രാക്കും ഉണ്ടായിരുന്നു. നമ്മൾ പരാതിപ്പെട്ടോ? എന്തെങ്കിലും പരിഹാരം? നമ്മൾ ലീഗലി എന്ന് പറയാൻ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കൗൺസിലറിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൗൺസിലർ അതിൽ ഇൻ്റർമീഡിയറി ആയിട്ട് എന്തെങ്കിലും ആക്ഷൻ ചെയ്യാമെന്നുള്ള ഒരു ഇതിലാണ് പറഞ്ഞത്. പിന്നീട് ലീഗലി വേറെ നമ്മൾ മൂവ് ഫോർവേഡ് ചെയ്തിട്ടുള്ള ഇതൊരു ജസ്റ്റ് 1 വീക്ക് എന്നുള്ള സംഭവമാണ്. സംസാരിച്ചോ കോൺഫിഡൻസ് ഗ്രൂപ്പുകാർ? സംസാരിച്ചായിരുന്നു. അപ്പോൾ എല്ലാം ചെയ്തു തരാം, എല്ലാം റെക്ടിഫൈ ചെയ്യാമെന്നാണ് ഒഫീഷ്യൽസ് പറഞ്ഞത്. അയൽക്കാരിയായ സാജിദ ഇത്തൂടെ ചേരുന്നുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത്? ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഇതിൽ ഈ ഒരു കാണയിൽ കൂടെയാണ് ഞങ്ങളുടെ വേസ്റ്റ് വെള്ളം മുഴുവനും പോണത്. അപ്പോൾ ഇവർ അവിടെ നിന്ന് ഉള്ള മണലും ഈ വെള്ളമൊക്കെ കൂടി ഇവരിങ്ങനെ 24 മണിക്കൂർ വെള്ളം അടിച്ചുകൊണ്ടിരിക്കണതാണ്. അപ്പോൾ അവിടെ നിന്ന് പൂഴിമണ്ണൊക്കെ ഈ കാണയിൽ വന്ന് അടിഞ്ഞിട്ട് ഞങ്ങളുടെ വെള്ളം പോലും അങ്ങനെ 3 മാസം വരെ ഇങ്ങനെ നിറഞ്ഞു നിന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും പോകണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു 3 മാസം കഴിഞ്ഞിട്ടാണ് ആ മണ്ണ് നീക്കി തന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വേസ്റ്റ് വെള്ളം പോയത്. പിന്നെ അതിനുശേഷം പിന്നെയും എന്നിട്ട് അവിടെ വരെ കോരുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടുകളിൽ ഒരു മഴ വരുമ്പോൾ വെള്ളം മുഴുവനും നിറഞ്ഞിട്ട് ഇവിടം വരെയും വെള്ളം നിൽക്കും, ഈ സ്റ്റെപ്പ് വരെയും വെള്ളം നിൽക്കും. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ കോരിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കോരി. ഇതിന് ശേഷം 2 മാസം കഴിഞ്ഞപ്പോഴായിരുന്നു. അപ്പോൾ അവിടെ കോരിയപ്പോഴും അതേപോലെ തന്നെ 2 മാസത്തിന് മുമ്പ് കോരിയ ആ കാണയിൽ പിന്നെയും ചെളി നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ അവർ കോരിയിട്ടുണ്ട്, കോരിയെല്ലാം നിറച്ചത് ഇവിടെയൊക്കെ ഇതൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷേ പിന്നെ അവരിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും, പിന്നെയും വന്ന് ചെളി ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ വെള്ളം ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വെള്ളം പോവില്ല, വേസ്റ്റ് വെള്ളം പുറത്തേക്ക് പോവില്ല. മനുഷ്യന് ഏറ്റവും അത്യാവശ്യ ഘടകമുള്ള വേസ്റ്റ് വെള്ളം പോകാമെന്നുള്ളത്, അതെന്തായാലും പോകില്ല. അതൊക്കെയാണ് ഞങ്ങളുടെ ബുദ്ധിമുട്ട്. പിന്നെ ഇങ്ങനെ ഈ കോൺക്രീറ്റിൻ്റെ വണ്ടി വരും, അത് രാത്രി എന്നല്ല പകലുന്നില്ല, ഒരു ദിവസം രാത്രി 11:30 വരെ ഉണ്ട്. അപ്പോൾ എൻ്റെ മോള് സുഖമില്ലാതിരിക്കണം. ഞാൻ പിന്നെ എന്നിട്ട് പോലീസിനെ വിളിച്ച് അവർ 2 പോലീസ് വന്ന് അവർ ചോദിച്ചപ്പോൾ പറയുന്നത് ഞങ്ങളെല്ലാ രേഖകളും വാങ്ങിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസ് പറഞ്ഞു ഇവർ രേഖകളൊക്കെ വാങ്ങിച്ചിട്ട് ചെയ്തേക്കണം, അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നെയും അവർ അത് തന്നെ ചെയ്തപ്പോൾ ഞാനും മോനും പോയിട്ട് ഒച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ അകത്തേക്ക് കയറ്റിയിട്ടാണ് ചെയ്യണത്. എന്നാലും നമുക്ക് ഫോൺ ചെയ്യാൻ പറ്റില്ല, ഒരു സാധനം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റില്ല, വീട്ടിൽ തന്നെ പോലും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സൗണ്ടാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് ചെയ്യണത് മുഴുവൻ. കോൺക്രീറ്റ് ഇതൊക്കെ ചെയ്യണത് ഇവിടെ തന്നെ ഇട്ടിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റേതായ ഭയങ്കര വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ ഉള്ളതാണ് സുഖമുള്ള മോള് സുഖമില്ലാത്തതാണ്. അപ്പോൾ നമുക്ക് വേസ്റ്റ് വെള്ളം പോണത് ഏറ്റവും വലിയൊരു കാര്യമാണ്. പിന്നെ ഈ സൗണ്ട് ഇങ്ങനെ ആകുമ്പോൾ തന്നെ ഈ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ട് കുട്ടി കിടന്ന് വലിയ വയൽ കിടന്ന് ഒച്ചെടുക്കും, വലിയ ഇതിൽ കിടന്ന് കുട്ടി ഒച്ചെടുക്കും. അതൊക്കെ ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില സാറന്മാർ വന്ന് അത് ശരിയാ ഓക്കെ ആക്കാന്നൊക്കെ പറയും. പക്ഷെ അതിനുള്ളൊരു ഇതൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ജനങ്ങൾ ഇത്രയും തിങ്ങി പാർക്കുന്ന സ്ഥലത്ത് ഇത് എങ്ങനെ വന്നു? അത് ഞങ്ങളോടൊന്നും ഇവർ ചോദിച്ചിട്ടൊന്നുമില്ല. ആദ്യം ഒരു ബില്ല് വെക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ഉണ്ടായത്. പിന്നീട് ഒരു ദിവസം ഞങ്ങളോട് ഭൂമി പൂജക്ക് വരണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും വിളിച്ചു കൂട്ടി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളിവിടെ ഫ്ലാറ്റ് വരുമ്പോൾ തന്നെ ഞങ്ങൾ അറിയണത് തന്നെ. നിരവധി ആൾക്കാർക്കാണ് ഇത്തരത്തിൽ ഈ ഒരു ഫ്ലാറ്റ് വരുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളുള്ളത്. വീടുകൾ പൊട്ടിക്കയറുന്നു. ഇതുപോലെ സുഖമില്ലാത്ത ആൾക്കാരൊക്കെയാണ് ഇതിന് ചുറ്റും താമസിക്കുന്നത്. അവർക്ക് ഈ സൗണ്ടിൻ്റെ പൊല്യൂഷൻ, പിന്നെ അതുപോലെ തന്നെ ഈ സിമൻറ്റ് പൊടി ഇങ്ങനെ പറന്ന് നടക്കുന്നതുമൊക്കെ ഇവർക്കെല്ലാം വലിയ ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് ഇത്രയും ജനസാന്ദ്രതയുള്ളൊരു സ്ഥലത്ത് ഒരു 12 നില കെട്ടിടം ഉയർത്താനുള്ള അനുമതി ഇവർക്ക് എങ്ങനെ കിട്ടി എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. മാത്രമല്ല നേവി ആസ്ഥാനത്തിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു കെട്ടിടം ഉയർന്നു നിൽക്കുന്നത്. അതിന് എങ്ങനെയാണ് സാങ്ഷൻ കിട്ടുന്നത്? അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നാട്ടുകാർക്ക് മുന്നിലുണ്ട്. എന്തായാലും ഈ നാട്ടുകാരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണം, എന്നിട്ട് മതി ഇതിൻ്റെ നിർമ്മാണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.